ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഷെയർ ആക്കുന്ന വീഡിയോ ഡേറ്റ്സ് കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ഒരു ടിപ്പാണ്. ഗൾഫിലെല്ലാം ഇപ്പോൾ ഈന്തപ്പഴം വിളവെടുക്കുന്ന സമയമാണ്. എനിക്കും ഫ്രഷായിട്ട് പറിച്ച കുറച്ച് ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കി വെക്കുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. 4 കിലോ ഡേറ്റ്സ് നന്നായി കഴുകി വൃത്തിയാക്കി കുരു കളഞ്ഞെടുത്തതാണിത്. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ഡേറ്റ്സ് നന്നായി ബോയിലാക്കി എടുക്കണം. നന്നായി വെന്ത് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ കിട്ടണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് കുറേശ്ശെയായി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വെള്ളം നന്നായി ഡ്രൈ ആയി വരുന്നത് വരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ നാട്ടിൽ ചക്ക വരട്ടിയെടുക്കില്ലേ എന്ന പോലെ തന്നെയാണ് ഇത് വരട്ടിയെടുക്കേണ്ടത്. ഇങ്ങനെ വരട്ടിയെടുക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കാതിരിക്കാൻ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നല്ലൊരു പ്രിസർവേറ്റീവ് ആയതുകൊണ്ടാണ്. കുറേ നാൾ വരെ ഇത് കേടുകൂടാതിരിക്കാൻ ഈ പഞ്ചസാര ഹെൽപ്പ് ചെയ്യും. വരട്ടിയെടുക്കുമ്പോൾ ഓരോ സ്റ്റേജിലും പാനിൽ ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നുന്ന സമയത്തൊക്കെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഏകദേശം 250 ml നെയ്യ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വരട്ടിയെടുക്കണം. ഇതിലെ വാട്ടർ കണ്ടൻ്റ് എല്ലാം ഫുള്ളായിട്ട് ഡ്രൈ ആയി പോകുന്നത് വരെ വരട്ടിയെടുക്കണം. ദാ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒറ്റ കട്ടയായിട്ട് തന്നെ നോൺ സ്റ്റിക്ക് പാനിൽ നിന്നും ഇളകി കിട്ടണം. ഈ ഒരു പരുവത്തിൽ വേണം ഇത് വരട്ടിയെടുക്കാൻ. ഇങ്ങനെ റെഡിയായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒട്ടും ചൂടില്ലാതെ തന്നെ തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ രാത്രിയാണ് സെറ്റാക്കി വെച്ചത്. എന്നിട്ട് AC യിൽ വെച്ച് നന്നായി ചൂടാറിയ ശേഷം രാവിലെയാണ് കണ്ടെയ്നറിലേക്ക് പകർത്തുന്നത്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് സ്നാക്സ് ഐറ്റംസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് 1 ടീസ്പൂൺ വെച്ചിട്ട് എല്ലാ ദിവസവും മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ വെയിറ്റ് ഗെയിനിങ്ങിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നന്നായി തണുത്ത ശേഷം മാത്രം കണ്ടെയ്നറിലേക്ക് പകർത്തുക. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഇതെടുക്കുന്ന സ്പൂണും കണ്ടെയ്നർ ബോക്സൊന്നും ഒട്ടും നനവില്ലാത്തത് തന്നെയായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കണ്ടെയ്നർ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. 2 മാസം വരെ ഇത് ഒട്ടും കേടുകൂടാതെ തന്നെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. ഇത് വെച്ചുണ്ടാക്കുന്ന സ്നാക്സ് റെസിപ്പീസ് ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.